Krishna's color key. Let's talk, let's chat and let's enjoy. നമസ്തേ, നമസ്കാരം. ഇന്നത്തെ സോങ്ങും ഹരി മുരളീരവൻ തന്നെയാണ്. മോഹൻലാലിൻ്റെ 6-ാം തമ്പുരാനിലെ. മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴോർത്ത് അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് കിട്ടി. അപ്പോൾ അദ്ദേഹം ചെയ്ത അവാർഡ് മേടിച്ചതിന് ശേഷം എന്താണ് ആദ്യം ചെയ്തത്? നേരെ അമ്മയെ കാണാനായിട്ട്, അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാനായിട്ട് പോയി. ഏതൊരു മനുഷ്യനാണെങ്കിലും സ്വന്തം അമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും കിട്ടുകയോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടുക, ഇതൊക്കെ നമ്മൾ ആദ്യം ഒന്നീ ദൂരെയാണെങ്കിൽ നമ്മൾ വിളിച്ചു പറയും, അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയാലും നമ്മൾ വിളിച്ചു പറയുന്ന അമ്മയോടായിരിക്കും. അപ്പോൾ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് ആദ്യം കൊണ്ടുപോയി അമ്മയ്ക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. അത് ഈ പ്രായത്തിലും അദ്ദേഹം ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് നല്ല രീതിയിൽ ചെയ്യുന്നു. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ബന്ധങ്ങളുടെ വില അതും നിലനിർത്തി പോകുന്നു. ഇപ്പം മമ്മൂട്ടി ജിക്ക് സുഖമില്ലാതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോഹൻലാൽജി എന്താ ചെയ്ത്? നേരെ പ്രാർത്ഥിക്കാനൊക്കെ പോയി, ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ പഴയ കാലം അവർ എങ്ങനെയാണോ കീപ്പ് ചെയ്ത് അതുപോലെ തന്നെ ആ ബന്ധങ്ങൾ ഇപ്പോഴും അവർ നിലനിർത്തി പോകുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, പഴയ സിനിമ കാണാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. നിങ്ങൾ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിനിമ എടുത്തു നോക്കൂ. ആ സിനിമ കാണുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, ബാക്കി അഭിനയിച്ചവരാരും എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു. ഞാനും ഉടനെ തന്നെ അത് എടുത്തു പോയി. ശരിയാണ്, ആരും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഴയ സിനിമകളൊന്നും ഇപ്പോൾ കാണാറില്ല എന്ന് പറഞ്ഞു. ആ ബന്ധങ്ങളുടെ വിലയാണതെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ. അപ്പോൾ നമുക്ക് ഹരിമുരളീരവത്തിലേക്ക് വരാം. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സിലേക്ക് പല ഉത്തരങ്ങളും ഞാൻ വെയിറ്റ് ചെയ്തതാണ് ഇത്രയും നാൾ. നിങ്ങൾ ഉത്തരം പറയും എന്ന്. അപ്പോൾ ചിലതിനൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. എന്നാലും ഞാനതിൻ്റെ ഉത്തരം നൽകാം. കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് നമ്മൾ ഹരിമുരളീരവത്തിൻ്റെ പറഞ്ഞതിന് ശേഷം അതും കൂടെ പറയാം. ഓക്കെ. ഇപ്പോൾ ഈ സോങ്ങിൽ തന്നെ നമ്മൾ പിന്നീട് വരുന്ന വരികളിൽ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രണയ സുധാമയ മോഹനഗാനം. സുധാമയെ ഞാൻ ചോദിച്ചു എന്താണ്. ഇനി അറിയുകയായി അവനീ ഹൃദയം. അവനീ ഹൃദയം എന്നല്ല, അവനീ ഹൃദയം എന്നാണ്. അപ്പോൾ അവനി എന്താണ്? ഇതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ എൻ്റെ ചോദ്യം. അവനി ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരിക. ഓക്കെ. എപ്പിസോഡ് 9 ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. നീലകളേബരം. കളേബരം എന്ന് പറഞ്ഞാൽ ശരീരം, നീല നിങ്ങൾക്കറിയാം നീല കളർ. അപ്പോൾ നീല കളേബരം എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ഉദ്ദേശിക്കുന്നതാണ്. കളേബരം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ ശരീരം എന്നാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് മണക്കാട് ലീല ചേച്ചിയാണ്. കൺഗ്രാജുലേഷൻ. ചേച്ചിക്കൊരു സമ്മാനം അയക്കുന്നതാണ്. കിട്ടും, തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഉത്തരം കറക്റ്റായിട്ട്. അതുപോലെ ദീപ്തി സുധ എന്ന് പറയുന്ന കുട്ടിയും ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം അതായത് കൃഷ്ണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ കൃഷ്ണൻ്റെ ശരീരത്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി എപ്പിസോഡ് 10 ഞാൻ ചോദിച്ചു പുന്നാകം. ആരും ഉത്തരം പറഞ്ഞില്ല. ഇപ്പം നമ്മുടെ ഡോക്ടർ ബിജു പോലും ഉത്തരം പറഞ്ഞില്ല. എന്ത് പറ്റി എന്നെനിക്കറിയില്ല. അതിൻ്റെ എപ്പിസോഡ് മറന്നിട്ടാണോ എന്നറിയില്ല. പുന്നാകം എന്ന് പറഞ്ഞാൽ പുന്നമരം. കാലോഫൈലം ഇന്നോഫൈലം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നെയിം. അപ്പം എടുത്ത് നിങ്ങൾ നോക്കിക്കോളൂ. പുന്നമരം ടൈപ്പ് ചെയ്താലും കിട്ടും ഗൂഗിളിൽ കേട്ടോ. ഒരു മെഡിസിനൽ ട്രീ ആണത്. അതാണ് പുന്നാകം എന്ന് പറയുന്നത്. ഇനി എപ്പിസോഡ് 11 വൈദേഹിയുടെ മീനിങ് ഞാൻ ചോദിച്ചു. വൈദേഹി എന്ന് പറഞ്ഞാൽ സീതാദേവി. അത് നമ്മുടെ ഐ തിങ്ക് ചൈതന്യ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പുള്ളിക്കാരത്തി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീതാദേവി എന്ന് തന്നെ. അപ്പോൾ ചൈതന്യയ്ക്ക് ഒരു കൺഗ്രാജുലേഷൻ. ഇനി എപ്പിസോഡ് 14 ഞാൻ ചോദിച്ചു അഴൽ എന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ലക്കിമോളാണ് പ്രൈസ് അടിച്ചേക്കുന്ന സോറോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റാരെങ്കിലും എനിക്കൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ശ്രദ്ധിച്ചത് ഇതാണ്. അപ്പോൾ ലക്കി എൻ്റെ കൂടെ മാസ്റ്റേഴ്സിന് പഠിച്ചതാണ്. ഞങ്ങൾ HS മഹാരാജാസ് കോളേജ് വിമൻസിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ലക്കി കൺഗ്രാജുലേഷൻ. അപ്പോൾ സമ്മാനം എങ്ങനെ എത്തിക്കണം എന്നുള്ളത് ഞാൻ വിളിച്ച് ചോദിച്ചോളാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഹരിമുരളീരവത്തിലാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉത്തരം എഴുതുക അവനി എന്താണെന്നുള്ളത്. ഓക്കെ. ബൈ. Krishna's color key. Let's talk, let's chat and let's enjoy.